വന്നതാണ്. ഉംറക്കാരെല്ലാം വരുന്നുണ്ട്, ഏതെല്ലാം രാജ്യത്തു നിന്ന് വരുന്നുണ്ട്. അവിടെ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോട്ടോ. അള്ളാഹു മക്കത്തുള്ള ആളുകളെ, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെ വിളിച്ച പേരെന്തായിരുന്നു? കാഫിർ, മുശ്രിക്. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. കാഫിറാണവർ, അവർ മുശ്രിക്കീങ്ങളാണ്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഉംറ ചെയ്യലുണ്ട്, കഅബ തവാഫ് ചെയ്യലുണ്ട്, അവിടെ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലുണ്ട്, സദഖ കൊടുക്കലുണ്ട്. മസ്ജിദുൽ ഹറാമിൽ അള്ളാഹ്ക്ക് വേണ്ടി അവർ ഇഅ്തികാഫിന് നേർച്ചയാക്കലുണ്ട്. ആര്? ഈ കാഫറും ഈ മുശ്രിക്കും. പിന്നെന്തിനാ അള്ളാഹു അവരെ കാഫറെന്നും മുശ്രിക്കെന്നും വിളിച്ച്? ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറും മുഹദും ഖന്ദഖും ഹസാബും ഒക്കെ യുദ്ധം എന്തിനാ അവരോട് നടത്തിയത്? അവിടെയാണ് നമ്മൾ പഠിക്കാതെ പോയത്. നമുക്ക് മക്കത്തെ ഖുറൈശി അല്ലെങ്കിൽ മക്കത്തെ കാഫിർ എന്ന് പറയുമ്പം ഹിന്ദുവിനെ പോലെ, ക്രിസ്ത്യാനിയെ പോലെ, മജൂസിയെ പോലെ ഒരു തോന്നലാണ്. ഇതൊന്നുമല്ല. മക്കത്ത് ഹിന്ദുക്കളില്ല, അവര് ഹിന്ദുമതത്തിൽപ്പെട്ട ആൾക്കാരല്ല. ഹിന്ദുമതം അന്നില്ലല്ലോ. ഹിന്ദുമതത്തിന്റെ ഉറവിടം എവിടെയാ? ഇന്ത്യയാണ്. പിന്നെ ക്രിസ്തു മതം ഒന്നും മക്കത്തില്ല, ക്രിസ്ത്യാനികൾ മക്കത്തില്ല, അവര് ബനൂ ഇസ്രായേലിന്റെ വേറൊരു ഭാഗം. പിന്നെ മജൂസികൾ, പേർഷ്യൻ മതം, അതും മക്കത്തില്ല. മക്കത്ത് ആകെയുള്ളത് അള്ളാഹു മുശ്രിക് എന്ന് വിളിച്ച പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. വേർതിരിച്ച് മനസ്സിലാക്കണം. ആൾക്കാർ കഥ പറയുമ്പോ അവരെ നമുക്ക് പറഞ്ഞുതരിക അവരേതോ മതത്തിന്റെ ആൾക്കാരാണ്. ഏതോ മതത്തിന്റെ ആളല്ല, മില്ലത്തെ ഇബ്രാഹിമിലെ മെമ്പർമാരാണ് അവര്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ, ഈ പെണ്ണുങ്ങളെ കണ്ണ് പർദ്ദ അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ ഒരു കണ്ട അങ്ങോട്ട് പോയി. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. പറഞ്ഞ വാക്കെന്താ അറിയോ? ശ്രദ്ധിക്കണേ, ഉസ്താദ് ഒന്ന് കേൾക്കണേ, ഉള്ളാളം. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ്, അതായത് തൗഹീദിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നേർച്ച ചെയ്തിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ നിന്റെ നേർച്ച? അത് മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി ഇഅ്തികാഫിരിക്കാം എന്ന നേർച്ച ഞാൻ ചെയ്തിരുന്നു. എപ്പോഴാണ്? മുമ്പ്. അപ്പൊ മുമ്പ് ഉമറിന് എന്ത് മസ്ജിദുൽ ഹറാം? അതിനു മുമ്പ് ഉമറിന് എന്ത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഇഅ്തികാഫിന്റെ നേർച്ച? എന്ന് പറഞ്ഞാൽ അതിനു മുമ്പും അവർ ആരെന്നെയാ? ഇതൊക്കെ അംഗീകരിക്കുന്ന, ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിന് ആ നേർച്ച ആയതുകൊണ്ട് അല്ല, ഇപ്പൊ ഞാൻ തൗഹീദിലേക്ക് വന്നല്ലോ, ഇനി ആ നേർച്ച ഞാൻ പൂർത്തിയാക്കണോ? വേറെ ഏതോ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മറുപടി പറയണം? അത് മറ്റേ മതത്തിലുള്ളപ്പല്ല, അത് പോയിക്കോട്ടെ. അങ്ങനല്ല പറഞ്ഞ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ നേർച്ച നീ പൂർത്തിയാക്കണം. കാരണം നീ നേർച്ച ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഏതല്ലാക്ക്? അതേ അള്ളാഹ്ക്ക്. അപ്പൊ മക്കത്തുണ്ടായ ആൾക്കാരൊക്കെ അള്ളാഹിനെ വിശ്വസിച്ച ആൾക്കാരാണ്. തള്ളിപ്പറഞ്ഞിട്ടില്ല, അവർ നിഷേധിച്ചിട്ടില്ല. മറിച്ച് അവരുടെ തെറ്റെന്താന്ന് പറഞ്ഞാൽ അവര് ദുആ ചെയ്യുമ്പം ഔലിയാക്കളോട് ദുആ ചെയ്തു. അവരാവശ്യങ്ങൾ തേടാൻ ഔലിയാക്കളെ അടയാളന്മാരാക്കി. അവര് വദ്, സുവാ, യഊഖ്, നസ്ർ പോലെയുള്ള, ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാം പോലെയുള്ള, ദാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള കല്ലുകളെ, മരങ്ങളെ, മനുഷ്യന്മാരെ, സാലിഹ്യങ്ങളെ ഒക്കെ അടയാളന്മാരാക്കി വെച്ചു. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താ? ഉള്ളാളത്തെ ജാറത്തില് ആരെങ്കിലും അതിൽ കിടക്കുന്ന തങ്ങളെ അതിലുണ്ടോ? നമുക്കിതൊന്നൊരു വലിയ വിഷയമല്ല കേട്ടോ. നമ്മളെ കൂളായിട്ട് പറയും. ആൾക്കാർക്ക് നമ്മളിത് പറയുമ്പോൾ തോന്നും, അതാ ഇയാള് പറയുന്നൊക്കെ ഇയാളെ തലമിപ്പോ ആകാശം പൊട്ടിയിട്ട് പോവും. നമുക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള കുസരമില്ല, അങ്ങനൊന്നും സംഭവിക്കൂല. അവര് ഔലിയാക്കളാണെങ്കിൽ നമ്മൾ ആദരിക്കും, സ്നേഹിക്കും, ബഹുമാനിക്കും. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹുവേ, അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവരെ സ്വർഗത്തിലാക്കണേ. അല്ലാണ്ട് പാപങ്ങളില്ലാത്ത മാസവുമൊന്നുമല്ല അവര്. ഒരു ഭയങ്കര പരിശുദ്ധാത്മാക്കളൊന്നുമല്ല. അതിനെപ്പറ്റി എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിന്റെ പേര് നമ്മളെ നിന്ന നിപ്പില് ഭൂമിന്റെ അടിയിലേക്ക് പോകുന്നില്ല. അതെല്ലാം വെറുതെ നേഴ്സറി പിള്ളേരെ പീഡിപ്പിക്കാൻ പറയുന്ന കഥകളാണ്. അത് നമുക്ക് വിഷയമല്ല. അതിൽ തങ്ങൾ എന്ന് പറയുന്ന ആൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ആ തങ്ങളെ അള്ളാഹു വന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉള്ളടത്ത് ജാറത്ത് പോകുന്ന ആൾക്കാര് നിങ്ങൾ പറയും, നിങ്ങളല്ല മംഗലാകാര്? ഒരിക്കലുമില്ല. പിന്നെ എന്താ വിശ്വസിക്കുന്നത്? ഈ തങ്ങള് നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ആളാണ്. ഈ തങ്ങള് അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾക്ക് ശുപാർശ പറയാനുള്ള ആളാണ്. മക്കത്തെ മുശ്രിക്കിനും അതേ വിശ്വാസം. ലാത്ത അള്ളാഹുവാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല, ഉസ്സ അള്ളാഹുവാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. മറിച്ച് സൂറത്തു സുമറിന്റെ 4-ാമത്തെ ആയത്ത്, സൂറത്തു സുമറിന്റെ 4-ാമത്തെ ആയത്ത്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്
വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഇതാ മക്കക്കാരുടെ വിശ്വാസം. നബിയെ, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക്. നിങ്ങൾ പറയുന്നു സൃഷ്ടിച്ചത് അല്ലാഹു, വെള്ളം തരുന്ന അല്ലാഹു, ഉറങ്ങുന്നുണ്ടാ ഉറങ്ങിയിട്ട് പോവാ, ഭക്ഷണം തരുന്ന അല്ലാഹു, വായു തരുന്ന അല്ലാഹു, എല്ലാം അല്ലാഹു. ഇതാ നിങ്ങളുടെ വിശ്വാസം. പക്ഷെ നിങ്ങൾ ദുആ ചെയ്യുന്നതോ ലാത്തനോട്, ഉസ്സനോട്, കല്ലിനോട്, മരത്തിനോട്, സാലിഹ്യങ്ങളോട്. ഇതെന്തിനാന്ന് ചോദിച്ചു നോക്കിയ അപ്പൊ അവര് പറയും മാ നഅബുദുഹും, നമ്മൾ അവരോട് ഇബാദത്ത് ചെയ്യുന്നില്ല, അവരോട് ദുആ ചെയ്യുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹ്, അവർ നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ലാതെ. അല്ലാണ്ട് അള്ളാഹുവാന്ന് വിശ്വസിച്ചതല്ല, അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ. സുൽഫ, ഇടയാളന്മാരായിക്കൊണ്ട് കണക്ഷൻ. ഇത് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു അവര് മുശ്രിക്കാണ്, കാഫിറാണ്, നരകത്തിന്റെ ആൾക്കാരാണ്. എങ്കിൽ ഉള്ളാളത്തെ ജാലത്തെ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ എന്താണ്? സംഗതി നിസ്സാരമല്ല, വെരി ഡേഞ്ചർ. ആദർശം പോയാൽ എല്ലാം പോയി. ആദർശം മക്കക്കാര് ചെയ്ത മുഴുവൻ നന്മയും ബാത്തിലല്ലേ? മക്കക്കാര് ചെയ്ത മുഴുവൻ അമലും വെള്ളത്തിലല്ലേ? കാരണം ഒറ്റ പ്രശ്നം,